ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇപ്രകാരം ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, ഞാൻ എന്തായി തീരണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത്, അപ്രകാരം എന്നെ ആക്കി തീർക്കണമേ. ദൈവം ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു ജീവിതത്തിലേക്ക് നമ്മെ ആക്കി തീർക്കുന്ന, നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് നോമ്പിൻ്റെ ദിവസങ്ങൾ. അതിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. നമുക്കിഷ്ടമുള്ളതൊക്കെയും വേണ്ടെന്ന് വെച്ച് ആത്മാവും ശരീരവും ശുദ്ധമാക്കി നമ്മിൽ ഒരറ്റകുറ്റ പണികൾ നടത്തേണ്ടുന്ന ദിനങ്ങളാണ് നോമ്പിൻ്റെ ദിവസങ്ങൾ. വ്യസനങ്ങളിലേക്ക് ഉറ്റുനോക്കുവാനുള്ള ഒരു സമയമാണ് നോമ്പിൻ്റെ കാലം. നമ്മെ വിളിച്ചിരിക്കുന്നത് സുഖിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയല്ല, സഹിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയാണ്. രക്ഷകൻ പീഡാസഹനങ്ങളിലൂടെയും ക്രൂശ് മരണങ്ങളിലൂടെയും കടന്നു പോകുന്ന തീവ്രമായ ദിനങ്ങളെ സ്മരിക്കുന്ന വിശുദ്ധ ദിവസങ്ങളാണ് നോമ്പിൻ്റെ ദിനങ്ങൾ. നോമ്പ് വ്യക്തിപരമായ ചില കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് വേണ്ടി ഉള്ള കർമ്മ മാർഗമല്ല, മറിച്ച് മനുഷ്യനെ കൂടുതലായി ദൈവത്തിലേക്ക് അടുപ്പിക്കുന്ന, ദൈവിക ബന്ധത്തിലാക്കുന്ന യഥാർത്ഥ അച്ചടക്കത്തിൻ്റെ സമയമായി തീരണം. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, പുറമേയുള്ള ഒരു പ്രകടനമായി മാറുവാൻ ഇടയാകരുത്. പകരം യഥാർത്ഥ നോമ്പ് നമ്മുടെ അകമയുള്ള മാറ്റത്തിൻ്റെ അനുഭവമായി തീരണം. നോമ്പിൽ സംഭവിക്കുന്ന 4 കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ഒന്നാമതായി വർജനം. നമ്മെ അടിമപ്പെടുത്തുന്ന എന്തിനേയും വേണ്ടെന്നു വയ്ക്കുക. രണ്ടാമതായി സമർപ്പണം. ജീവിത രീതി, ചിന്ത, വാക്ക് തുടങ്ങിയെല്ലാം ദൈവത്തിനായി സമർപ്പിക്കുന്നതിനുള്ള ഒരവസരമാണിത്. മൂന്നാമതായി ക്ഷമിക്കുക. എല്ലാവരോടും എല്ലാത്തിനോടും ക്ഷമിക്കുവാനുള്ള ഒരവസരം. പകയും വിദ്വേഷവും പെരുകുന്ന ഈ കാലത്ത് ക്ഷമിക്കുവാനുള്ളൊരു മനസ്സ് രൂപപ്പെടുത്തുവാനുള്ള ഒരു സുവർണ അവസരമാണ് നോമ്പ്. നാലാമതായി കൊടുക്കുക. രുചി വെടിയുക, മറ്റുള്ളവർക്ക് രുചി ആയിത്തീരുക. നമുക്കിഷ്ടമുള്ളതൊക്കെയും വെടിഞ്ഞുകൊണ്ട് അത് മറ്റുള്ളവർക്ക് രുചികരമായി തീരുവാൻ ഉള്ള ഒരവസരമാണ് നോമ്പ്. യെശയ്യാ പ്രവചനം 58 അധ്യായത്തിൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും ഈ നോമ്പ് കാലത്തിൽ എന്ത് രൂപാന്തരമാണ് ഉണ്ടാകേണ്ടതെന്ന് ചിന്തിച്ച് ഈ ചിന്ത അവസാനിപ്പിക്കാം. ദൈവത്തിന് ഇഷ്ടമുള്ള നോമ്പ് എന്താണെന്ന് യെശയ്യാ പ്രവാചകൻ കൃത്യമായി വിളിച്ചു പറയുന്നത് പ്രവാചകനോടുള്ള ദൈവത്തിൻ്റെ ഒരു ശക്തമായ നിർദ്ദേശത്തോടെയാണ്. അവിടെ ഇപ്രകാരം കാണുന്നു: ഉറക്കെ വിളിക്ക, അടങ്ങിയിരിക്കരുത്, കാഹളം പോലെ നിന്റെ ശബ്ദമുയർത്തി എൻ്റെ ജനത്തിന് അവരുടെ ലംഘനത്തെയും പാപങ്ങളെയും അറിയിക്കുക. വീണ്ടെടുപ്പിനുള്ള അഥവാ രൂപാന്തരത്തിനുള്ള ഏക വഴി പാപബോധം ഉണ്ടാക്കുക എന്നതാണ്. ദൈവജനത്തിന് അത് ഉണ്ടാകേണ്ടത് പ്രവാചക ശുശ്രൂഷയിലൂടെയാണ് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം ഇപ്രകാരം പറയുന്നു: നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. രൂപാന്തരം അഥവാ വീണ്ടെടുപ്പ് ഉണ്ടാകേണ്ടുന്ന ചില മേഖലകൾ യെശയ്യാ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത് ഈ നോമ്പ് കാലത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാമെന്ന് നോക്കാം. ഒന്നാമതായി, അഭിനയ ഭക്തി വെടിഞ്ഞ് അനുഭവ ഭക്തി പ്രാപിക്കണം. 2 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അനുഭവമില്ലാത്ത ഭക്തിയുടെ വിവരണമാണ്. തങ്ങളുടെ ആരാധനയും അനുബന്ധ പ്രവർത്തനങ്ങളും എല്ലാം മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണ് എന്നാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത്. 5-ാം വാക്യം അഭിനയ ഭക്തിയെക്കുറിച്ചുള്ള ഒരു വിവരണമാണ്. ഓരോന്നും അക്കമിട്ട് നിരത്തിയിട്ട് ദൈവം ചോദിക്കുന്നു: ഇതാണോ ഉപവാസം? ഇതിനാണോ നീ നോമ്പെന്നും യഹോവയ്ക്ക് ഇഷ്ടമുള്ള ദിവസമെന്നും പേർ പറയുന്നത്? പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലത്തിൽ ഒരു രൂപാന്തരം ഉണ്ടാകുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നോമ്പ് അനുതാപത്തിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും ഒരു തപസ് കാലമാണ്. ആഹാരപാനീയ നിഗ്രഹണം വരുത്തി ഒരു ആചാരമാക്കരുത്. ഓരോരുത്തരും സ്വയം ഏറ്റെടുക്കേണ്ട മാനസാന്തര പ്രക്രിയയാണിത്. ഇല പൊഴിച്ച് വീണ്ടും തളിർക്കുന്ന മരങ്ങൾ പോലെയാണ് നോമ്പിലൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയും. മൂത്തുപഴുത്ത ഇലകൾ വിട്ടൊഴിഞ്ഞ് മരം പുതിയ ഇലകളിലൂടെ പച്ചപ്പിലേക്കും ഉന്മേഷത്തിലേക്കും പ്രവേശിക്കുന്നത് പോലെ
നോമ്പ് കഴിയുമ്പോൾ നാമും പുതുക്കപ്പെടണം. അപ്പോൾ മാത്രമാണ് രൂപാന്തരത്തിൻ്റെ ഫലം മറ്റുള്ളവർക്ക് അനുഭവഭേദ്യമാകുന്നത്. നാം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും, നാം എടുക്കുന്ന നോമ്പ്, ആത്മീയപരമായി നാം എടുക്കുന്ന എന്ത് കാര്യങ്ങളും മറ്റുള്ളവർക്കും കൂടി പ്രയോജനപ്പെടുന്നത്, അല്ലെങ്കിൽ നമ്മെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണമുള്ള ജീവിത രീതി നാം ഈ നോമ്പ് കാലത്ത് ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ദൈവമേ, ഈ നോമ്പ് കാലത്ത് ഞങ്ങളെങ്ങനെ ജീവിക്കണം, മറ്റുള്ളവർക്ക് മാതൃകയായി എങ്ങനെ ആയിരിക്കണമെന്നൊക്കെയും ഞങ്ങളെ പഠിപ്പിച്ച നല്ല ദൈവമേ, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ചിന്തകളൊക്കെയും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതുക്കത്തിൻ്റെ ദിനങ്ങളായി തീരുവാൻ സഹായിക്കണം ദൈവമേ. ഞങ്ങൾ അഭിനയ ഭക്തി വെടിഞ്ഞ് അനുഭവ ഭക്തിയുള്ളവരായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ ദൈവമേ. ഞങ്ങളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.